സർ, പി കെ ശശി മാർക്സിസ്റ്റ് വിമതരുടെ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇതുവരെ മുഖ്യമന്ത്രി പിണറായി വിജയനൊക്കെ ഏറ്റവും വേണ്ടിയിരുന്ന ഒരാളാണ്. ഈ ഒരു നീക്കം എന്തിനു വേണ്ടിയിട്ടാണ്? ശശി മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വമായിട്ട് ഇടഞ്ഞു നിൽക്കുകയാണല്ലോ. അത് മാത്രമല്ല, ഇത്തവണ അയാൾക്ക് സീറ്റ് കിട്ടും എന്ന് വലിയ ഹോപ്പൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം അത്രമാത്രം നല്ല പേര് അദ്ദേഹം സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട് കഴിഞ്ഞ 10 വർഷം കൊണ്ട്. കഴിയുന്നത് അദ്ദേഹത്തെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ളവർ പരമാവധി സഹായിക്കാനൊക്കെ നോക്കിയിട്ടുണ്ട്. പീഡനത്തിൻ്റെ കഥകളിലൊക്കെ അദ്ദേഹത്തിന് അനുകൂല റിപ്പോർട്ടെല്ലാം കൊടുത്തു. പക്ഷേ ഈ പറഞ്ഞ പോലെ ഈ പുള്ളിയുടെ അദ്ദേഹത്തെ പുള്ളികൾ അതൊരിക്കലും കവറപ്പ് ചെയ്താലും മാച്ച് കളഞ്ഞാൽ അത് തനിനിറം കാണിക്കും, സ്വഭാവം കാണിക്കുന്നുള്ളതാണ്. അപ്പോൾ ഇപ്പം മാർക്സിസ്റ്റ് പാർട്ടിയിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നയങ്ങളിൽ അസംതൃപ്തരായിട്ടുള്ള ഒരു വിഭാഗമാണ് ഇന്ന് ഇത് വിളിച്ചു കൂട്ടിയിരിക്കുന്നത്. ഈ വിമതരുടെ സമ്മേളനം വിളിച്ചു കൂട്ടിയേക്കുന്നത്. അപ്പോൾ അതിൽ പി കെ ശശിയാണ് ഈ ചടങ്ങ് ഇനോഗ്രേറ്റ് ചെയ്യണം, ഈ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യണമെന്നാണ് വാർത്തകൾ പറയുന്നത്. ശശി തെരഞ്ഞെടുപ്പ് രംഗത്ത് നിന്ന് മാറി നിൽക്കുന്നത് പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രചരണം നടത്തിയിരുന്നു എന്നുണ്ടെങ്കിൽ ഇത്രയും പ്രശ്നമൊന്നും ഉണ്ടാവില്ലായിരുന്നു. അദ്ദേഹം ഇത് മറ്റേ CPM നേതൃത്വത്തിൽ നിന്ന് മാറി ഇപ്പോൾ CPM നേതൃത്വത്തിനെതിരെയുള്ള ഒരു കാഹളം മുഴക്കാനായിട്ടാണ് ഈ കൺവെൻഷൻ ഉപയോഗിക്കാൻ പോകുന്നത്. ഇതുപോലൊരു കാഹളമായിരുന്നല്ലോ സർ PV അൻവറും മുഴക്കിയിരുന്നത്. PV അൻവർ ഇത് വിട്ട് പോകുമ്പോൾ, പാർട്ടി വിട്ടൊക്കെ പോകുമ്പോൾ മുഖ്യമന്ത്രിക്കെതിരെയൊക്കെ വലിയ ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രസ്ഥാനത്തിൻ്റെ കൂടെ നിൽക്കുന്നത് പോലെയല്ല പ്രസ്ഥാനം വിട്ടിട്ട് അവർക്കെതിരെ പോരാടുക എന്ന് പറയുന്നത്. ഇതും നീതിപൂർവമായിട്ടുള്ള കാര്യങ്ങളും അല്ല. പി കെ ശശി ഇത് വിട്ടു പോരാനുള്ള കാരണമല്ലോ. അൻവറിന്റെ കേസ് പറഞ്ഞല്ലോ പ്രജിത. ഇപ്പോൾ അൻവർ എന്തിനാ നേതൃത്വത്തിൽ നിന്ന് ഈ മാർക്സിസ്റ്റ് പാർട്ടിയായിട്ട് വഴക്കുണ്ടാക്കി വിട്ടുപോകാനുള്ള കാരണം എന്താ? അത് ഈ കള്ളക്കളികളുടെയൊക്കെ എന്ത് കള്ളക്കളികള്? പ്ലീസ് ടെൽ മീ. എന്നെക്കാളും കൂടുതൽ കേരള രാഷ്ട്രീയം നോക്കണ ആള് പ്രജിതയാണ്. നോക്ക് പ്രജിത, മലപ്പുറത്ത് പോലീസ് സൂപ്രണ്ടും അതുപോലെ പോലീസ് ഡെപ്യൂട്ടി സൂപ്രണ്ടും കമ്മീഷണറും പിന്നെ അതുപോലെ മറ്റേ നമ്മുടെ വിമാനത്താവളത്തിലെ ഉദ്യോഗസ്ഥന്മാരും ഒക്കെ മുസ്ലിങ്ങളായിരിക്കണം എന്ന് നിർബന്ധിച്ചു. ആരാ? ഈ അൻവർ. എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിദേശത്ത് നിന്ന് വരുന്ന സ്വർണം അത് കള്ളക്കടത്ത് തന്നെ പറയണം. ഇപ്പം നമുക്ക് അത് അനധികൃത സ്വർണം തന്നെ പറയണമല്ലോ. ആ സ്വർണം കടത്തുന്നത് അൻവറിൻ്റെ സമുദായത്തിൽപ്പെട്ട ആൾക്കാരാണ്. അത് സുരക്ഷിതമായിട്ട് എത്തിച്ചു കൊടുക്കാനായിട്ട് അതിന് വേണ്ടുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരെ വേണം അവിടെ നിയോഗിക്കാമെന്നാണ് അയാൾ ആവശ്യപ്പെട്ടിരുന്നത്. അത് ആവശ്യപ്പെടാത്തത് കൊണ്ടാണ് അയാൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അയാൾ പറഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഒന്നും നിയമിച്ചില്ല എന്ന്. ഈ സ്വർണം കടത്തിക്കൊണ്ടാണ് അവിടെയുള്ള ആൾക്കാരൊക്കെ മറ്റേ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരൊക്കെ ജീവിച്ചു പോകണമെന്ന് പറയുന്നുണ്ട്. അല്ല, അറ്റ്ലീസ്റ്റ് അയാളുടെ സത്യസന്ധതയെ നമ്മൾ ബഹുമാനിക്കണമല്ലോ. അപ്പം അങ്ങനെ മലപ്പുറം ജില്ലയിൽ മൊത്തം മുസ്ലിം ഉദ്യോഗസ്ഥന്മാരെ മാത്രം നിയോഗിക്കാനായിട്ടുള്ള ഒരു താഴ്ച, ഒരു നിസ്സഹായാവസ്ഥയിലല്ല മാർക്സിസ്റ്റ് പാർട്ടിന്ന് തോന്നുന്നു. അവരങ്ങനെ അയാൾ പറഞ്ഞത് കേട്ടില്ല. പ്രധാനമായിട്ടും അതാണ് അയാൾ ഈ CPM വിട്ടു പോകാനായിട്ടുള്ള കാരണം. ഇയാൾ പിണറായി വിജയൻ്റെ ഏറ്റവും വലിയ അതല്ലായിരുന്നോ, ഉപഗ്രഹമല്ലായിരുന്നോ? അയാൾ എന്തൊക്കെയാ പറഞ്ഞുകൊണ്ടിരുന്നത്? പിണറായിക്ക് വേണ്ടി ഞാൻ മരിക്കും, ഞാനാണ് പിണറായിയുടെ ഏറ്റവും വലിയ പ്രൊട്ടക്ടർ എന്നൊക്കെയല്ലേ അയാൾ പറഞ്ഞുകൊണ്ട് നടന്നേ. അവസാനം അയാള് അതൊക്കെ വിളിച്ചാൽ കുഴപ്പമില്ല. പിണറായിസത്തിനെതിരെയായി അവസാനം അയാളുടെ ലഹള. എന്താവശ്യം? എന്നിട്ട് അയാൾ നിലമ്പൂർ എന്ത് ചെയ്യുക? നിലമ്പൂർ അയാളുകാരനാണോ മാർക്സിസ്റ്റ് പാർട്ടി തോറ്റത്? നിലമ്പൂർ UDFന്റെ കുത്തക മണ്ഡലമാണ്. ആര്യാടൻ മുഹമ്മദിൻ്റെ സ്ഥിരം മണ്ഡലമായിരുന്നു നിലമ്പൂർ. അവിടെ മുസ്ലിം കമ്മ്യൂണിറ്റിയാണ് കൂടുതൽ. അപ്പോൾ അതുകൊണ്ട് അവിടെ മറ്റേ ആര്യാടൻ ഷൗക്കത്ത് ജയിച്ചു. ഇയാൾ ജയിക്കില്ല എന്നുള്ള, ഇയാൾക്ക് അവിടെ വലിയ ബേസ് ഒന്നുമില്ല. ഇയാൾ പറയും ഞാൻ ഇന്ന തറവാട്ടിലെ ഇന്ന ആളുടെ മകനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടന്നെങ്കിലും കാര്യമില്ല. അതിനെക്കുറിച്ച് എന്തുമാത്രം ആരോപണം ഈ കോൺഗ്രസ്സുകാർ തന്നെ പറഞ്ഞു. അയാൾ തന്നെ പറഞ്ഞു രാഹുൽ ഗാന്ധിയുടെ DNA പരിശോധിക്കണം എന്ന് പറഞ്ഞു.
ഇപ്പൊ അതേ കോൺഗ്രസ്സുകാരനെ അയാളെ കുത്തിപ്പൊക്കിക്കൊണ്ട് നടക്കുകയാണ്, വലിയ ആളാക്കി കൊണ്ട് നടക്കുക. അല്ല സാർ, ഞാൻ ചോദിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അൻവർ ഈ പറയുന്ന കാര്യങ്ങളും ഒക്കെ ബന്ധപ്പെട്ട് പുറത്തുപോയി. അപ്പോ ഇതിനു മുമ്പും ഒരു സേ ഉണ്ടല്ലോ, അതായത് പ്രസ്ഥാനത്തിനൊപ്പം നിൽക്കുമ്പോ അതൊരു ശക്തിയായിട്ട് നമുക്ക് തോന്നും സ്വാഭാവികമായിട്ടും. പക്ഷെ ഈ പ്രസ്ഥാനത്തിന്റെ പ്രൊട്ടക്ഷനിൽ ഇതുവരെ നിന്നിരുന്ന അൻവർ ആയിക്കോട്ടെ, പി കെ ശശി ആയിക്കോട്ടെ, ഇനി പി കെ ശശിക്ക് അപ്പുറമുള്ള ആളുകളും ആയിക്കോട്ടെ, ഈ പ്രസ്ഥാനം വിട്ടുനിന്ന് പ്രസ്ഥാനത്തെ ആക്രമിക്കാനോ പ്രസ്ഥാനത്തിനെതിരെ തിരിയാനോ നിന്നിട്ടുണ്ടെങ്കിൽ അതൊരു വിജയത്തിലേക്ക് എത്തുക എന്ന് പറയുന്നതൊക്കെ ഒരു പ്രശ്നമല്ലേ? കാരണം ഒരു ഘട്ടത്തിൽ ഇവർ കാണിച്ചിട്ടുള്ളതെല്ലാം നമുക്ക് അറിയാവുന്നതാണ്. ഇവർ പറയുകയും ചെയ്തിട്ടുണ്ട്. VS-ന്റെ കാര്യത്തിൽ പോലും പറഞ്ഞിട്ടുണ്ട്, കൈക്കൊമ്പിളിലെ അത് ബക്കറ്റിലെ വെള്ളം കാണുന്നത് പോലെയല്ല എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ ആ ഒരു പ്രസ്ഥാനത്തിന് നേരെയാണ് ഇപ്പൊ പൊട്ടിത്തെറിച്ച് പി കെ ശശിയും പോയിരിക്കുന്നത്. നമ്മുടെ മുമ്പിൽ ഇഷ്ടംപോലെ ഉദാഹരണങ്ങളുണ്ടല്ലോ പ്രജിത. MV രാഘവൻ, അതെ, MV രാഘവൻ ഒന്നും ഇല്ലാതായില്ലേ? KR ഗൗരിയമ്മ തന്നെ ഒന്നും ഇല്ലാതായില്ലേ? അതുപോലെ ചാത്തുണ്ണി മാസ്റ്റർ, ഇവർ പറയും ചാത്തുണ്ണി മാസ്റ്ററെ തേജോവധം ചെയ്താണ്, പുറത്താക്കിയതാണ് എന്നൊക്കെ പറയും. പക്ഷെ അവർ പാർട്ടിയുടെ പുറത്ത് അവർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഒന്നും ഇല്ലാതായി. അൻവറിന്റെ കേസിൽ ഞാൻ അത് തന്നെയാണ് ഞാൻ അങ്ങ് പറയുന്നതിനോട് 100% യോജിക്കണം. അൻവറിന്റെ കേസിലാണെങ്കിലും, ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഈ സുധാകരന്റെ കേസിലാണെങ്കിലും ഉണ്ടാവാൻ പോകുന്ന ഇതൊക്കെ തന്നെയാണ്. പക്ഷേ ഒരു കുഴപ്പമുള്ളത്, ഇപ്പോൾ ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഭാഗ്യ ദൗർഭാഗ്യങ്ങൾ അല്ലെ ഭാഗ്യ നിർഭാഗ്യങ്ങളിൽ ഉണ്ടാകാവുന്ന മാറ്റം, ഒന്ന് ഈ നമ്മുടെ ടീച്ചറല്ലേ, എന്താ ശൈലജ, KK ശൈലജയ്ക്ക് അവർക്ക് മട്ടന്നൂരിൽ സീറ്റ് കൊടുക്കാണ്ട് അവരെ കൊണ്ട് പേരാവൂരിൽ നിർത്തി അവിടെ നിന്ന് തോറ്റാളാനാണ് പറഞ്ഞേക്കുന്നത്. അത് ഇപ്പോൾ ഒരു വനിത എന്നുള്ള രീതിയിൽ എന്ത് പറയണം, പ്രജിതയ്ക്ക് എന്താ തോന്നണേ? അല്ല, അത് ആ കാലം മുതൽ ശൈലജ ടീച്ചറോട് പിണറായിക്കുള്ള ഒരു നീരസം അറിയാം. പിണറായിയേക്കാൾ, മുഖ്യമന്ത്രിയേക്കാൾ ഭൂരിപക്ഷത്തിൽ ജയിച്ചു വന്നതാണ് ടീച്ചർ. അതുകൊണ്ട് മാത്രം വിജയന് എന്താ ശൈലജയോട് ദേഷ്യം ഉണ്ടാവേണ്ട കാര്യമുണ്ടോ? ശൈലജയ്ക്ക് കിട്ടുന്ന ഒരു ഹൈപ്പ് ഉണ്ട് സർ, അത് നമുക്ക് മറച്ചു വെക്കാൻ പറ്റുന്നുണ്ടാവില്ലല്ലോ. അപ്പൊ അങ്ങനെയുള്ള ഇന്നർ പാർട്ടി പൊളിറ്റിക്സും ഒക്കെ ഇതിനകത്ത് വരാമല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ശൈലജ എന്ന് പറയുന്ന പേര് കുറെ നാളുകളായിട്ട് പാർട്ടിയിൽ കേൾക്കുന്നുണ്ടായിട്ടില്ല. എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട കാര്യമാണ് ഞാൻ പറയുന്നത്. പിന്നെ അതിനുശേഷം ഈ കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ ഒരു വിഷയം വന്ന സമയത്താണ് ശൈലജയെ കൊണ്ട് ഒരു തൊടുന്യായം പറയിപ്പിച്ചുകൊണ്ട് വീണ്ടും രംഗത്തിറക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇങ്ങനെ കൊണ്ടുവന്നാലും സാറ് പറഞ്ഞ പോലെ പേരാവൂരാണ്, മട്ടന്നൂർ ചെയ്തു തീർക്കാൻ ഒരുപാട് പദ്ധതികൾ ഉണ്ടാവുമല്ലോ. ആ പദ്ധതികൾ പൂർത്തീകരിക്കാനായിട്ട് എന്തായാലും ടീച്ചറെ കൊണ്ട് ഇനി കഴിയില്ല. സ്വാഭാവികമായിട്ടും പേരാവൂർ 3 ടേമിൽ സണ്ണി ജോസഫാണ് ജയിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പൊ അവിടെ തോറ്റു കഴിഞ്ഞാൽ പിന്നെ ശൈലജ ടീച്ചർ സംപൂജിയായല്ലോ. പിന്നെ ഇനി അതാണ് എൻ്റെ ഒരു ഇതിൽ എനിക്ക് തോന്നിയതാണ്. എനിക്ക് തോന്നുന്നു ശൈലജയോട് പാർട്ടി നേതൃത്വം വളരെയധികം മോശമായിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് അവർക്ക് കൊടുത്തത്. നീരസം പ്രകടിപ്പിച്ചു ടീച്ചർ. അത് നമുക്കിപ്പോ പത്രത്തിൽ വരണ അവര് എവിടെ വെച്ച് ആരോട് പറഞ്ഞു എന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അവർ അതൃപ്തി പ്രകടിപ്പിച്ചു, അവര് ഞാൻ മത്സരിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. പക്ഷെ ആരോട് എപ്പോൾ പറഞ്ഞു എന്ന് പറയാനില്ല. ഇതൊക്കെ ഒരുമാതിരി അസംഷനാണ്. പല റിപ്പോർട്ടർമാർക്ക് ഞാൻ കണ്ടിട്ടുണ്ട്, എന്തെങ്കിലും എഴുതുന്നുണ്ടെങ്കിൽ പെരുപ്പിച്ച് കാണിക്കാൻ വേണ്ടി അവർ ഇതൊക്കെ എഴുതി വെക്കും. അതിൻ്റെ പുറകിലൊന്നുമില്ല. ഇപ്പോൾ ഇന്നലെ സുധാകരൻ എന്താ പറഞ്ഞത്, ഞാൻ മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് വിടാൻ പോവുകയാണ്, പാർട്ടി കാർഡ് പുതുക്കില്ല, എനിക്ക് എൻ്റെ വഴിയിൽ നിന്ന്. ഇപ്പോൾ ഞാൻ ടെലിവിഷൻ ചാനലിലെല്ലാം കണ്ടു, ഇങ്ങനെ ബേബി, നമ്മുടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രത്യയശാസ്ത്ര ആഗോള സെക്രട്ടറി ജനറൽ, അദ്ദേഹം പറഞ്ഞു ഒരു പ്രശ്നമില്ല സുധാകരനുമായിട്ട്, എല്ലാം പറഞ്ഞ് നമ്മുടെ ഗർവാസീസ് ആശാൻ പറഞ്ഞ പോലെ എല്ലാം പറഞ്ഞ് കോംപ്ലിമെൻറ്റ്സ് ആക്കി എന്നാണ് പറഞ്ഞത്. നമ്മളേത് വിശ്വസിക്കണം? ബേബി പറഞ്ഞാൽ കേൾക്കുന്ന ആളാണോ സുധാകരൻ? ഒരിക്കലുമല്ല. ബേബി സുധാകരനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നേതൃത്വത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയിൽ ആർക്കാണ് ഒരു അപ്പർ ഹാൻഡ് ഉണ്ടാവുക എന്നുള്ളത് കൂടി നമ്മൾ ആലോചിക്കണം. അപ്പോൾ ഇവർ പറഞ്ഞത് സംഗതി ലഘൂകരിച്ച് കാണിക്കാൻ വേണ്ടി ബേബി പറഞ്ഞിട്ടുണ്ടാവാം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതല്ലാതെ
ബേബി പറഞ്ഞുകൊണ്ട് സുധാകരനെ ഫോണിൽ വിളിച്ച് കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത ആഴ്ച വരണ്ട, അപ്പോൾ നമുക്കൊന്ന് കാണണം കേട്ടോ, ഇന്ന് ഇരിക്കാനുണ്ട്, കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, ഇപ്പോൾ വേറെ പ്രശ്നമൊന്നുമില്ല എന്നെങ്ങാനും പറഞ്ഞിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ട് ബേബി പത്രക്കാരോട് ചോദിച്ചു, ഇനിയിപ്പോൾ ഒരു അടുത്ത 1-2 മണിക്കൂറിനുള്ളിൽ സുധാകരൻ വീണ്ടും പത്രക്കാരെ കാണാൻ സാധ്യതയുണ്ട്, അവരുടെ വീട്ടിൽ ചെല്ലും. ബേബി ഇങ്ങനെ പറഞ്ഞല്ലോ, സാർ എന്താ പറയണെന്നും ചോദിച്ചുകൊണ്ട് ആൾക്കാർ മോപ്പിച്ചുകൊണ്ടേയിരിക്കും. അതെ, അപ്പോഴാണ് നമുക്ക് യാഥാർത്ഥ്യം മനസ്സിലാവുള്ളൂ. അയാൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്, ഇന്നലെ പറഞ്ഞ അയാളുടെ ഫേസ്ബുക്കിൽ അത് എഴുതുകയും ചെയ്തിട്ടുണ്ട്. അത് കൂടാണ്ട് പത്രക്കാരോട് അയാൾ പറയുകയും ചെയ്തിട്ടുണ്ട്. ഇനി അതിനപ്പുറത്ത് അയാൾ ഇപ്പോൾ വെയ്വർ ചെയ്ത് കഴിഞ്ഞാൽ അത് ആരുടെ വിശ്വസനീയതയാണ് ബാധിക്കുക? ഇപ്പം അയാൾ പറയാം, ഇല്ല ഞാൻ മാർക്സിസ്റ്റ് പാർട്ടി വിട്ടു പോകണില്ല, പറഞ്ഞ പോലെ ബേബി സഖാവ് പറഞ്ഞ പോലെ എല്ലാം കോംപ്ലിമെന്റ്സ് ആക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ ബേബിയുടെ മുമ്പിൽ ഒന്നും ഇല്ലാതാവില്ലേ? അപ്പോൾ അയാൾ പറഞ്ഞതിലല്ലേ അയാൾ ഉറച്ചു നിൽക്കുകയുള്ളൂ, അയാൾ പറഞ്ഞതിൽ അയാൾ ഉറച്ചു നിൽക്കുകയല്ലേ ഉള്ളൂ. ഈ ഒരു ഡെവലപ്മെൻറ്റ് സുധാകരൻ പാർട്ടിക്കെതിരെ തിരിയും എന്നുള്ളത് നമ്മൾ ആരും അറിഞ്ഞിരുന്നില്ല. ഇത് പെട്ടെന്ന് വന്നൊരു ഡെവലപ്മെൻ്റാണ്. അയാൾ പറഞ്ഞു, മറ്റേ ഗോവിന്ദൻ എന്നെ നോക്കി കൊഞ്ഞനം കാട്ടി, സജി ചെറിയാൻ പുച്ഛിച്ച് ചിരിച്ചു, പിന്നെ വേറെ ഏതാ രാമകൃഷ്ണൻ അങ്ങനെ പറഞ്ഞു, കുഞ്ഞിരാമൻ ഇങ്ങനെ പറഞ്ഞു, അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അത് ഇപ്പോൾ പ്രജിതയ്ക്ക് തന്നെ ഇപ്പം എൻ്റെ അടുത്ത് ദേഷ്യം ഉണ്ടെങ്കിൽ പ്രജിത സഹിക്കാൻ പറ്റാണ്ട് വരുമ്പോഴല്ലേ പറയുള്ളൂ, അല്ലാണ്ട് വെറുതെ പൊട്ടിത്തെറിച്ച് എന്തെങ്കിലും പറയും ഇല്ലല്ലോ. അപ്പോൾ അതേപോലെ സുധാകരൻ കുറേ അധികം നാൾ സഹിച്ചിട്ടുണ്ടാകും. കുറേ നാൾ സുധാകരനെ ആയിട്ട് മാർക്സിസ്റ്റ് പാർട്ടി സൈഡ് ലൈൻ ചെയ്തിരിക്കുകയാണ്, അയാളെ ഇഗ്നോർ ചെയ്തിരിക്കുകയാണ്. അയാൾ സഹിച്ചിട്ടുണ്ടാകും കുറേ. അത് കഴിഞ്ഞ് ഒരു സ്റ്റേജ്. പക്ഷേ അതുപോലെ PK ശശിയെ അവർ സൈഡ് ലൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. PK ശശി ഇപ്പോൾ ഇങ്ങനെ പുറത്തു പോകാൻ വേണ്ടി. എൻ്റെ പ്രജിത ഒരാളെ സഹിക്കാവുന്ന ഹെൽപ്പ് ചെയ്യാവുന്നതിൻ്റെ പരമാവധി അവർ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അയാളെ എല്ലാ കേസുകളും ഇന്ന് അവർ പറഞ്ഞ പോലെ ഇൻറ്റൻസിറ്റി ഓഫ് ദിസ് എന്താ പറയണത് അത് കുറവാണെന്നൊക്കെ പറഞ്ഞ് എത്ര കേസിലാണ് ഒരാളെ രക്ഷപ്പെടുത്താൻ പറ്റുക? തലവേദന ആയതുകൊണ്ട്. അയാൾ തലവേദന തന്നെയാണ് അയാൾ. അത് പക്ഷെ അത് ഈ എത്ര പേർക്ക് അറിയാം? അല്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടി ഈ സമയത്ത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് പുറത്തെടുക്കണം, അത് ഇയാളെ കൊണ്ട് പാർട്ടിക്ക് ഒരു വലിയ തലവേദനയായിട്ടുണ്ട്. പുറത്ത് നിൽക്കുന്ന PK ശശി തലവേദന ആവില്ലേ? അല്ല, അതിപ്പോ പ്രജിത നേരത്തെ ഒരു കാര്യം പറഞ്ഞു, പാർട്ടിക്ക് ഒരു പ്രസ്ഥാനത്തിൽ നിൽക്കുമ്പോൾ പ്രസ്ഥാനം കൂടെ ഉണ്ടാവും. പുറത്തു പോന്നു കഴിഞ്ഞാൽ MV രാഘവൻ ഒന്നും ഇല്ലാതായില്ലേ? പിന്നെ അവസാനം കോൺഗ്രസ്സുകാരല്ലേ വോട്ട് കൊണ്ടല്ലേ അയാൾ ജയിച്ചത് മുഴുവനും. ഞാൻ പറയണത് ശരിയാണോ തെറ്റാണോ? പ്രജിത തന്നെ പറ. എവിടെ പോയി? മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് എത്രയോ പേര് ഫൈറ്റ് ചെയ്ത് വഴക്കുണ്ടാക്കി പോയിട്ടുണ്ട്. അവരൊക്കെ എവിടെ പോയി? എന്നിട്ട് അവർക്ക് എവിടെയെങ്കിലും എത്തപ്പെടാൻ പറ്റിയോ അവർക്ക്? ഇനിയിപ്പോൾ സുധാകരൻ ഇപ്പോൾ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഈ കേരളത്തിലുള്ള ജനങ്ങൾ വിചാരിച്ചിരിക്കണം എന്താ, ഇന്നാൾ കഴിഞ്ഞ ദിവസം ഒരുത്തൻ BJP-യിൽ ചേർന്നില്ലേ, ദേവികുളത്തോ പീരുമേടങ്ങാണ്ട്, അയാളിപ്പോൾ ജയിക്കും എന്നാണ് BJP-ക്കാർ വിചാരിച്ചിരിക്കുന്നത്. നമുക്കറിയില്ല അയാൾ ജയിക്കുമോ ഇല്ലെന്ന്. കാരണം മാർക്സിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ ഒരു ഈ സെമിറ്റിക് അതല്ലെങ്കിൽ ഒരു അബ്രഹാമിക് റിലീജിയൻ പോലെയാണ്. ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം തകരാനുള്ള പ്രധാന കാരണം കമ്മ്യൂണിസവും മതവും തമ്മിൽ, അബ്രഹാമിക് റിലീജിയൻസ് തമ്മിൽ ഒരു വ്യത്യാസം ഇല്ലാണ്ടായി കഴിഞ്ഞിരിക്കണം. അതിനെക്കുറിച്ച് വളരെയധികം പുസ്തകങ്ങളൊക്കെ വന്നിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി തകരാനുള്ള കാരണം ഇങ്ങനെ കടുംപിടുത്തമാണ്. കടുംപിടുത്തം ഞങ്ങൾ പറയണത് തന്നെയാണ് ശരി, വേറെ ആര് പറയണത് ശരിയല്ല. മറ്റേവർ പറയും, ക്രൈസ്തവർ പറയും ഞങ്ങളുടെ മതമാണ് ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് മതം, മറ്റേവർ പറയും, കോയമാർ പറയും ഞങ്ങളാണ് ഏറ്റവും വലിയ ആൾക്കാരെന്ന് പറയും. ആയിക്കൂടി പറയാത്ത കുറേ അലവലാതെ ഹിന്ദുക്കളുണ്ട്, അവർക്ക് പറയാൻ അറിയില്ല, അവർ മിണ്ടാണ്ടിരിക്കും, എന്താ ആര് ഏത് വഴിക്ക് പൊക്കോട്ടെ എന്ന്. അപ്പം അതേപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഒരു മതമായിട്ട് മാറിക്കഴിഞ്ഞു. അങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തകർച്ച തുടങ്ങുന്നത്. സോ ഈ കാര്യത്തിൽ എന്താ യു ഡിസൈഡ് ഇത് നമുക്കിത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഞാൻ ഇപ്പോഴും കഴിഞ്ഞ രണ്ട് ഇൻ്റർവ്യൂവിലും ഞാൻ പറഞ്ഞിരുന്നു, CPM-ന് ഒരു ഇനീഷ്യൽ അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു, ഒരു നേരിയ മുൻതൂക്കമുണ്ടായിരുന്നു എലക്ഷന്, ഇൻ ദ റണ്ണപ്പ് ടു ദ എലക്ഷൻ. ആ മുൻതൂക്കം പതുക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. പിന്നെ വേറെ ഒന്നുള്ളത്, കേരളത്തിലെ മീഡിയ മൊത്തം CPM-നെതിരായിട്ട് തിരിഞ്ഞിരിക്കുന്ന പോലെ, പിണറായി വിജയനെതിരെ തിരിഞ്ഞിരിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു. പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്, പിണറായി വിജയൻ അറിയാം ഇത്തവണയും കൂടി പിണറായി വിജയൻ ജയിച്ച കോൺഗ്രസിൻ്റെ കച്ചവടം തീരുന്നറിയാം.
CPM-ഉം കോൺഗ്രസും തമ്മിൽ നല്ലൊരു ബന്ധമുണ്ട്. EMS നമ്പൂതിരിപ്പാടിൻ്റെ കാലം തൊട്ടേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയായിട്ട് നല്ല നമ്മൾ കാണും അവരോട് ഒപ്പോസ് ചെയ്യും ഇതൊക്കെ. അന്ന് അഖിലേന്ത്യാ തലത്തിൽ ഒരു സഖ്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം അങ്ങനെയല്ലല്ലോ, ഇവരൊക്കെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണല്ലോ. ഇപ്പം കേരളത്തിൽ മാത്രമേ ഉള്ളൂ കോൺഗ്രസും CPM-ഉം തമ്മിൽ എതിർക്കുന്നത്. കേരളത്തിലെ ചരിത്രത്തിൽ CPM-ഉം കോൺഗ്രസ് എന്താ ചെയ്തിരിക്കുന്നത്, BJP വളരാതിരിക്കാൻ വേണ്ടിയിട്ട് നിർണായക ഘട്ടത്തിൽ കോൺഗ്രസ് ചില മണ്ഡലങ്ങളിൽ BJPക്ക് ജയിക്കാൻ മുൻതൂക്കമുണ്ട്, CPM എത്തില്ല എന്ന് കണ്ട കോൺഗ്രസ് അവരുടെ വോട്ട് മറിച്ച് CPM-ന് കൊടുക്കും. CPM എന്ത് ചെയ്യും, ചില മണ്ഡലങ്ങളിൽ BJP തോപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ വോട്ട് മറിച്ച് കോൺഗ്രസ്സിന് കൊടുക്കും. അത് തന്നെയായിരിക്കും ഇത്തവണയും നടക്കാൻ പോണേ. BJP ജയിച്ചിട്ട് BJP ഈ തെരഞ്ഞെടുപ്പിൽ 5 സീറ്റ് നേടിയാൽ കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിൽ തോറ്റുപോയാൽ അതുകൊണ്ടുള്ള ലാഭം, താൽക്കാലികമായിട്ടുള്ള ലാഭം CPM-ന് ഉണ്ടാവും. പക്ഷെ ഇൻ ദ ലോങ് റൺ എന്താ ഉണ്ടാവുക, കോൺഗ്രസ് ഈ CPM-നകത്തുള്ള ഹിന്ദുക്കളും മുഴുവൻ BJPക്ക് വോട്ട് ചെയ്യും. അപ്പം CPM-ന് BJP ജയിക്കണം എന്ന ആഗ്രഹം എവിടെയെങ്കിലും ഉണ്ടാവുമോ? 2006 തൊട്ട് 2011 വരെ അല്ലേ അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്നത്. 2011 തെരഞ്ഞെടുപ്പിൽ ഇവിടെ ഒരു ഭരണവിരുദ്ധ തരംഗമൊന്നും ഉണ്ടായിരുന്നില്ല. ആ തെരഞ്ഞെടുപ്പിൽ 2 or 3 സീറ്റിനാണ് UDF ജയിച്ചത്. ഈ ഭരണവിരുദ്ധ തരംഗം ഉണ്ടാകുമ്പോൾ എന്താ ഉണ്ടാവും, ഒരു വൈപ്ഡ് ഔട്ട് ആവും ഒരു ഭരണമുന്നണി. അവിടെ അത് നടന്നിട്ടില്ല കേരളത്തിൽ. ഏതാനും സീറ്റുകൾ 3 or 4 സീറ്റുകൾക്കാണ് അവർ പരാജയപ്പെട്ടു പോയത്. അത് എന്തായിരുന്നു എന്ന് മാർക്സിസ്റ്റ് പാർട്ടിയുടെ തന്നെ ഒരു നേതാവ് എൻ്റെ അടുത്ത് പറഞ്ഞത്, ഞങ്ങൾ രണ്ടും കൽപ്പിച്ചാണ്, കാരണം BJP-നെ ജയിപ്പിക്കരുത്. BJP ജയിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ BJPക്ക് 8 or 10 സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ നഷ്ടം ഞങ്ങൾക്കാണ് ലോങ് റൺ മുൻപോട്ടുള്ള യാത്രയിൽ. അപ്പോൾ കോൺഗ്രസ് വീക്കാവും രണ്ടാമതൊരു തവണയും കൂടി തോറ്റു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതിൻ്റെ ആ ശക്തി, കോൺഗ്രസിൽ നിന്ന് കുറേ പേര് BJP-യിലേക്ക് പോകും, അടിയൊഴുക്കുണ്ടാവും. അപ്പോൾ ഞങ്ങളതിന് സമ്മതിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ തോൽക്കാൻ പോകണമെന്ന് എൻ്റെ അടുത്തൊരു മാർക്സിസ്റ്റ് പാർട്ടി നേതാവ് പറഞ്ഞതാണ്. ഇപ്പോഴും മാർക്സിസ്റ്റ് പാർട്ടിയിൽ അനേകം പ്രശ്നങ്ങളുണ്ട്. ഇന്നിപ്പോൾ കണ്ടു, ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെ ചെയർമാൻ ഒരു വിജയൻ എന്നൊക്കെ പറഞ്ഞ ആൾ രാജിവെച്ചു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് പുതിയ ആളെ അപ്പോയിൻ്റ് ചെയ്യണം. KPCCയിൽ നിന്നും രാജിവെച്ച് മാർക്സിസ്റ്റ് പാർട്ടിയിൽ ചേർന്ന ഗോപിനാഥ് എന്ന് പറഞ്ഞ ആളെ ചെയർമാനാക്കാൻ പോവുക. അയാൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കാൻഡിഡേറ്റായിട്ട് മത്സരിച്ച് തോറ്റുപോയി. സോ ഹി വാണ്ട്സ് ഹിസ് പൗണ്ട് ഓഫ് ഫ്ലഷ്. അപ്പോൾ അതിനയാൾ ആവശ്യപ്പെട്ടത് ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെ ചെയർമാൻ സ്ഥാനമാണ്. അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോഴത്തെ ചെയർമാനെ രാജിവെപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഈ എന്താ പറയുക, ഇത് ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കാഡറിനെ കണ്ടുമാനം നിരാശാജനകമായിട്ടുള്ള ഡെവലപ്മെൻറ്റ്സാണ് നടക്കുന്നത്. അപ്പോൾ അന്ന് ആലോചിച്ച് നോക്കി എന്താണ്. പിന്നെ ഒന്നാമതിന് ശ്യാമള ഗോവിന്ദൻ്റെ ഭാര്യ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു. അവർ ഒരു വ്യവസായിയുടെ ആത്മഹത്യയായിട്ട് ബന്ധപ്പെട്ട അവരുടെ പേര് ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ശക്തിയായ ആരോപണം CPI-M തന്നെ ഉണ്ടായിരുന്നു. അവർ തെരഞ്ഞെടുപ്പിന് നിർത്താമോ കാൻഡിഡേറ്റാണ്, അത് അവരുടെ കാര്യം. അവർ തെരഞ്ഞെടുപ്പിന് നിർത്തിയത്, അതിൽ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചത് ഒട്ടും നല്ല ഒരു നടപടിയല്ല. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയൊക്കെയുള്ള ഡെവലപ്മെൻറ്റ്സ് ഒന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. ഞാൻ കണ്ടെടുത്തോളം ആൾക്കാരോടൊക്കെ അന്ന് സംസാരിച്ചപ്പോഴും മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഒരു നേരിയ മുൻതൂക്കം കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവും എന്നാണ് ഞാൻ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പക്ഷേ ഇതൊക്കെ സെൽഫ് ഗോൾ അടിക്കണതിന് തുല്യമാണ്. ഫുട്ബോൾ മത്സരത്തിൽ പറയില്ലേ, സെൽഫ് ഗോൾ അടിക്കുക എന്ന് പറയില്ലേ, അതല്ലെങ്കിൽ പറന്നു പോണ അടി ഏണി വെച്ച് പോയി നമ്മുടെ രാഹുൽ ഗാന്ധി മേടിക്കണ പോലെ മേടിച്ച് കെട്ടണ പോലെ ആയിരിക്കും. അപ്പോൾ ഇവർ എന്തോ രണ്ടും കൽപ്പിച്ചാണ്. BJPക്ക് സീറ്റൊന്നും കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉള്ള പ്രവൃത്തിയായിരിക്കാം അതെന്ന് പറയുന്നത്. ഇറ്റ്സ് ടു ഇയർലി, നേരത്തെയാണ്, വളരെ നേരത്തെ, അത്രയും പറയാറായിട്ടില്ല. പക്ഷേ ഇന്നത്തെ സിറ്റുവേഷനിൽ, ഇന്ന് രാവിലെയുള്ള സിറ്റുവേഷനിൽ ഇപ്പോൾ സുധാകരൻ, ഗോപിനാഥൻ, പിന്നെ ശൈലജ, ശ്യാമള, ശശി, ഈ 5 പേരെന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള 5 പേരാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, 1 or 2 പേരല്ല, 5 പേരാണ്.
ശരിയാണ്, പാർട്ടിക്കകത്ത് നിൽക്കുമ്പോഴേ പാർട്ടിയുടെ ശക്തിയായിട്ടും നമ്മൾ വലിയ നേതാവായിട്ടൊക്കെ തോന്നുകയുള്ളൂ. ഇപ്പോൾ ഇങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും. CPM ബുദ്ധിമുട്ടാണോ അതോ പിണറായി വിജയൻ മനഃപൂർവ്വം തോറ്റു കൊടുക്കണയാണോ എന്നൊന്നും എനിക്കറിയാൻ പാടില്ല. അയാൾക്ക് മൂന്നാമതൊരു വട്ടം മുഖ്യമന്ത്രിയാവാനുള്ള ആഗ്രഹം ഉണ്ടാവുമായിരിക്കും ഉള്ളിൽ. പക്ഷേ ഡെവലപ്മെൻറ്റ്സ് എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. രാഷ്ട്രീയമാണ്. ഞാൻ ഈ അഭിപ്രായ സർവേയിലും പിന്നെ എന്താ പറയുക മൂഡ് ഓഫ് ദ നേഷൻ സർവേയിലോ മൂഡ് ഓഫ് ദി സ്റ്റേറ്റ് സർവേയിലോ ഒന്നും വിശ്വസിക്കുന്ന ആളല്ല. പക്ഷെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഇത് ചില യാഥാർത്ഥ്യങ്ങളാണ്. ഇത് കണ്ടേ മനസ്സിലാക്കാനേ പറ്റുള്ളൂ.